വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കാശിയുടെ ഡ്രസ്സിൽ പിടിച്ചു വലിച്ച് അവളുടെ കയ്യിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിണുങ്ങുന്ന കുഞ്ഞിനെയും എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞിൻ്റെ മൈൻഡ് മാറ്റിയെടുക്കാൻ നോക്കുന്ന കാശിയെയും കണ്ട് അവളുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി പിരിഞ്ഞു. ചുറ്റും നോക്കി ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ലാവണ്യ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് നടന്ന് കാശിയെ പൂളിലേക്ക് തള്ളിയിടാൻ കൈ ഉയർത്തിയതും അതിനു മുമ്പായി ആരോ ആ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് അവിടെ നിന്ന് മാറി. ആരാണെന്നറിയാൻ മുഖമുയർത്തി നോക്കിയതും അതിനു മുമ്പായി അവളുടെ കവളിൽ ശക്തിയിൽ പ്രഹരമേറ്റിരുന്നു. വായിൽ രക്തച്ചു പറഞ്ഞതും ഞെട്ടലോട് അടികിട്ടിയ കവളിൽ കൈവച്ച് മുഖമുയർത്തി നോക്കിയ ലാവണ്യെ കണ്ടത് ദേഷ്യം കൊണ്ട് ചുവന്ന കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ദക്ഷിണിയാണ്. ശരിക്കും ഒരു അസുരഭാവത്തിൽ തന്നെയായിരുന്നു അവനപ്പോൾ. അവൻ്റെ മുഖം കണ്ട് അവൾ പേടിയുടെ മുന്നേറിറക്കി. ദക്ഷി ദേഷ്യത്തിൽ അവളുടെ കഴുത്തിൽ കൂത്തിപ്പിടിച്ച് അവൾ ഉയർത്തി ചുമരിലേക്ക് ചേർത്ത് നിർത്തിയതും ലാവണ്യ അവൻ്റെ കയ്യിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു. നായിൻ്റെ മോളെ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ അവരെ ഉപദ്രവിക്കാൻ നോക്കിയത്? അവർക്കെതിരെ ഇനി നീ ഒരു ചെറുവിരൽ പോലും മനക്കിയ പരിഞ്ഞ് തള്ളുന്നില്ല ഞാൻ. എൻ്റെ മരണം വരെ എൻ്റെ ശരീരത്തിനും മനസ്സിനും അവകാശം എൻ്റെ കാശ് തന്നെയായിരിക്കും. അവളുടെ സ്ഥാനത്ത് ഒരിക്കലും കയറിപ്പറ്റാൻ നീ കരുതണ്ടടി. ശ്വാസം കിട്ടാതെ കണ്ണുകൾ മേപ്പോട്ടും മറിഞ്ഞു പോകുന്നവളെ കണ്ടതും അവൻ കഴുത്തിലെ പിടിയയച്ചതും ലാവണ്യ ചുമരിലൂടെ നിലത്തേക്ക് ഊർന്നിറങ്ങി കഴുത്തൊഴിഞ്ഞുകൊണ്ട് ചുമച്ചതും അവളെ നോക്കി താക്കിയതോടെ അതും പറഞ്ഞ് ദക്ഷ കുഞ്ഞിനെയും എടുത്ത് നിൽക്കുന്ന കാശിയുടെ അടുത്തേക്ക് പോയി. ചോ ദക്ഷിനെ കണ്ടതും കാശിയുടെ കയ്യിലിരുന്ന് ചിണുങ്ങുന്ന കുഞ്ഞൻ അച്ചോന്നും വിളിച്ച് അവൻ്റെ കയ്യിലേക്ക് ചാടിയിരുന്നു. എന്തട കണ്ണ? ദക്ഷ കുഞ്ഞൻ്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന ഭക്ഷണം മുഴുവൻ തുടച്ചു കൊടുത്ത് ആ കുഞ്ഞു നെരിയിൽ ചുണ്ടാമർത്തിക്കൊണ്ട് വിളിച്ചതും കുഞ്ഞൻ ദക്ഷൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. കുഞ്ഞാ, ഈ വെള്ളം കുടിച്ചേ. കുഞ്ഞൻ ഉറങ്ങാനുള്ള പുറപ്പാടിലാണെന്ന് കണ്ടതും കാശി തിളപ്പിച്ചാറിയ വെള്ളം ഒരു ഗ്ലാസ്സിലേക്കാക്കി കുഞ്ഞനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞാപ്പി ഇത്തിരി കുടിച്ച് ദക്ഷൻ്റെ തോളിലേക്ക് തന്നെ ചാഞ്ഞു കിടന്നു. കാശി, വാ നമുക്ക് കഴിക്കാം. ദക്ഷൻ്റെ തോളിൽ കിടന്ന് കുഞ്ഞിന് ഉറക്കം പിടിച്ചതും ദക്ഷ കാശിയോടായി പറഞ്ഞു. അപ്പം നീ കഴിച്ചില്ലേ? ഇല്ല. അതെന്തേ നീ അവിടെ കൂടെ ഇരിക്കാഞ്ഞത്? ഞാനും കൂടി കഴിക്കാനിരുന്നാണ്. നീ പിന്നെ തനിച്ചാകില്ലേ? ദക്ഷി പറഞ്ഞത് കേട്ട് ചിരിയോടെ കാശി അവനോട് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് നടന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞത് കൊണ്ട് അവസാനം 2 പേർക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ദക്ഷിൻ്റെ കയ്യിൽ കുഞ്ഞനുള്ളത് കൊണ്ട് ചുറ്റുമാരുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ കാശ് കൊണ്ടുവച്ച് ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടിയതും ദക്ഷി വാ തുറന്നു കൊടുത്തു. അവനും വാരി കൊടുത്ത് അവളും ഒപ്പം കഴിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ഓരോരുത്തരായി ദക്ഷിനോട് യാത്ര പറഞ്ഞ് പോയി തുടങ്ങിയിരുന്നു. വേണുഗോപാൽ സാർ ഇറങ്ങാൻ നേരം ദക്ഷിണ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ കാശിയുടെ ശ്രദ്ധ ലാവണ്യിലായിരുന്നു. ലാവണ്യയുടെ നോട്ടം അറിയാതെ പോലും ദക്ഷിലെത്തുന്നില്ലെന്ന് കണ്ടതും നിമിഷങ്ങൾ കൊണ്ട് അവൾക്ക് വന്ന മാറ്റത്തിൽ കാശിയിൽ അതിശയം. എല്ലാവരും പോയതും ഉടനെ തന്നെ അവരും അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. എന്താണ് നിനക്ക് ഇത്രയ്ക്ക് ആലോചിക്കാൻ? തിരിച്ചുള്ള യാത്രയിൽ എന്തോ കാര്യമായി ആലോചിച്ചിരിക്കുന്ന കാശിയെ നോക്കിക്കൊണ്ട് ദക്ഷി ചോദിച്ചു. ഞാൻ ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചതാ. ദക്ഷിന്റെ ചോദ്യം കേട്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരുന്നു കൊണ്ട് കാശി പറഞ്ഞു. ഏത് പെണ്ണ്? ലാവണ്യ. അവൾക്ക് എന്താണോ പറ്റിയത്? കാശിയുടെ സംസാരം കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി പിരിഞ്ഞു. നീ എന്തിനാ ദക്ഷിച്ചിരിക്കുന്നത്? കാശിയുടെ ചോദ്യം കേട്ടതും ദക്ഷ സംഭവങ്ങളെല്ലാം പറഞ്ഞതും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എനിക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിക്കും. പക്ഷെ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും വെച്ചേക്കില്ലായിരുന്നു ഞാൻ അവളെ. ഒന്നും അറിയാതെ തൻ്റെ മാറിൽ പറ്റിച്ചേർന്നു എന്ന കുഞ്ഞിനെ നെറ്റിയിൽ ചുംബിച്ച് കാശി പറഞ്ഞു. ഇനി ഏതായാലും അവളുടെ ശല്യം ഉണ്ടാകില്ലെന്ന് കരുതാം. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞതും കാശി ഒന്നും മൂളി. വീട്ടിലെത്തുമ്പോൾ ചെറുതായി മഴ തുടങ്ങിയിരുന്നു. ഗേറ്റിന് മുന്നിൽ കാർ നിർത്തി വേഗം പോയി ഗേറ്റ് തുറന്ന് തിരിച്ച് കാറിൽ വന്ന് കയറി. ദക്ഷ വണ്ടി കാർ പോർച്ചിൽ നിർത്തിയതും കാശി കയ്യിലുള്ള ടർക്കി കൊണ്ട് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് വേഗം മുകളിലേക്ക് പോയി കീയായിട്ട് ഡോറ് തുറന്നു. റൂമിലേക്ക് പോയി കുഞ്ഞിനെ ബെഡിൽ കിടത്തി ഹാളിലുള്ള കമ്പിക്കൂട്ടിലിട്ട പൂപ്പിയെ എടുത്ത് സെറ്റിയിൽ അടുത്തുള്ള കുഷനിലേക്ക് എടുത്ത് റൂമിലേക്ക് പോയി ഫ്രഷ് ആകാൻ വേണ്ടി വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോഴാണ് ദക്ഷ ഗേറ്റെടുക്കാൻ പോയത് വഴി നനഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു. നിനക്കൊരു കൂടെ എടുത്ത് പോക്കൂടായിരുന്നു ദക്ഷ. കാലം തെറ്റി പെയ്യുന്ന മഴ കൊണ്ട പനി പിടിക്കും. കുഞ്ഞിനൊക്കെ കഷ്ടം. ചില നേരത്തെ നിന്റെ സ്വഭാവം. ദക്ഷിനെ കൂർപ്പിച്ച് നോക്കി കാശി അതും പറഞ്ഞ് കയ്യിലുള്ള ഡ്രസ്സ് ബെഡിലേക്കിട്ട് വേഗം ഒരു തോർത്തെടുത്ത് കൊണ്ടുവന്നതും ദക്ഷ ഒന്നും മിണ്ടാത്ത കുഞ്ഞൊരു ചിരിയോട് അവൾക്ക് മുമ്പിൽ തലതാഴ്ത്തി കൊടുത്തതും കാശി കയ്യിലുള്ള തോർത്ത് കൊണ്ട് അവനെ തല തോർത്തി കൊടുത്തു. ദക്ഷ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ തെളിഞ്ഞു കാണുന്ന നീല നിറമുള്ള ഞരമ്പിൽ പതിയെ പല്ലുകളായി. ദക്ഷ കാശി ഒന്ന് പിടഞ്ഞുകൊണ്ട് കഴുത്ത് പിടിച്ച് അവനെ അള്ളിപ്പിടിച്ചു. അവളുടെ പിടിച്ചിൽ കണ്ടതും ദക്ഷ കുറുമ്പോട് അവളെ കൂടുതൽ വലിഞ്ഞു മുറുക്കി പല്ലുകളായത്തേർത്ത് ചുണ്ടുന്നാവും കൊണ്ട് തലോടാൻ തുടങ്ങിയതും കാശി പരവേശത്തോടെ അവൻ അള്ളിപ്പിടിച്ചു.
കാശിയുടെ കഴുത്തിൽ ആകമാനം മലഞ്ഞവന്റെ ചുണ്ടുകൾ അവളുടെ താടിത്തുമ്പിലെത്തിയതും താടിത്തുമ്പിൽ കടിച്ചു ചുംബിച്ചുകൊണ്ട് ദക്ഷ പതിയെ അവളുടെ അധരങ്ങളെ പൊതിഞ്ഞതും ദക്ഷന്റെ കൈകളും ചുണ്ടുകളും നൽകുന്ന മാന്ത്രികതയിൽ അലിഞ്ഞ് കാശിയൊന്ന് കുറുകി മിഴികൾ ചിന്നി അടച്ച് അവനോട് ചേർന്നു. പുറത്ത് മഴ ശക്തി പ്രാപിക്കുമ്പോഴും ഇരുവരും അടർന്നു മാറാതെ പരസ്പരം കൂടുതൽ വലിഞ്ഞു മുറുകി മത്സരിച്ച് ചുംബിച്ചു. ആദരങ്ങളെ മോചിപ്പിക്കാതെ തന്നെ ദക്ഷ പതിയെ അവളെടുത്ത് ഫ്ലോറിലേക്ക് ചായച്ചു കിടത്തി. മഴ തന്റെ പ്രണയിനിയായ ഭൂമിയിലേക്ക് തന്റെ പ്രണയം ചൊരിയും പോലെ ഇരുവരും ആ രാവിലെ പരസ്പരം തങ്ങളുടെ പ്രണയം കാമിച്ചും സ്നേഹിച്ചും പങ്കുവച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുടനെ തന്നെ നാട്ടിലേക്ക് പോകാനിറങ്ങി. ആൻറ്റിയോട് യാത്ര പറഞ്ഞ് വീട് പൂട്ടി കീ അവരെ ഏൽപ്പിച്ചു. ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇടയ്ക്ക് മാറി മാറി ഡ്രൈവ് ചെയ്തു. ഒപ്പം ഉച്ചയ്ക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. കുഞ്ഞൻ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചും ഊപ്പിയുമായി കളിച്ച് നല്ല സന്തോഷത്തിലായിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയതും സെക്യൂരിറ്റി ചേട്ടൻ വന്ന് ഗേറ്റ് തുറന്ന് തന്നിരുന്നു. ദക്ഷിന് ട്രാൻസ്ഫർ കിട്ടിയ കാര്യം അമ്മയും അച്ഛനും വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ല. അവരോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നാണ് ദക്ഷ പറഞ്ഞത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ വിളിച്ചിട്ട് വരാന്ന്. അപ്പോൾ അവൻ്റെ ഒരു സർപ്രൈസ് ഇപ്പം ശാശിയായില്ലേ? അച്ഛനും അമ്മയും പുറത്തു പോയതാണെന്ന് അറിഞ്ഞത് മുറങ്ങിയ കുഞ്ഞിനെയും കൊണ്ട് സീറ്റോട്ടിലുള്ള ചൂരൽ കസേരയിൽ ഇരുന്ന് ദക്ഷിണെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനിപ്പോൾ ഞാനറിഞ്ഞു അമ്മയും അച്ഛനും പുറത്തു പോകുന്നു. അതും പറഞ്ഞ് തന്നെ ഒന്ന് പൂജിച്ചു. ബുദ്ധിയില്ലാത്ത അവസരം തേണ്ടി. ഏയ്, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുതെന്ന്. ഇനി അങ്ങനെ വിളിച്ചാൽ എൻ്റെ മോള് വിവരം അറിയും. തന്നെ നോക്കി പേടിപ്പിച്ച് ദക്ഷ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങി വന്ന് ഡോറ് തുറന്നതും കുഞ്ഞിനെയും തോളിലിട്ട് മുകളിലേക്ക് നടന്ന് ആളെ പതിയെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ച് കൊടുത്ത് ഫ്രഷായി ഇറങ്ങി. അപ്പോഴേക്കും ബാഗുകളെല്ലാം ദക്ഷ റൂമിലേക്ക് കൊണ്ടുവച്ചിരുന്നു. കാശി, നീ ഒരു ചായ ഇട്ട് വെക്ക്, ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം. തൻ്റെ കയ്യിൽ നിന്നും തോർത്ത് വാങ്ങി ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞതും ബെഡിലേക്ക് കയറാൻ നോക്കുന്ന പൂപ്പിയെയും കൊണ്ട് താഴേക്ക് നടന്നു. മാ, രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് പിന്നിൽ നിന്നും കുഞ്ഞിൻ്റെ വിളി കേട്ടത്. ഇത്രയും നേരം നല്ല ഉറക്കായ നാള്, ഞാൻ സഹായിക്കണം. കുഞ്ഞിനെയും എടുത്ത് അങ്ങോട്ട് വന്ന ദക്ഷ താൻ ചപ്പാത്തി പരന്നത് കണ്ട് സ്ലാബിൽ കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു. വേണ്ട, തൽക്കാലത്ത് കുഞ്ഞിന് കൊടുത്താൽ മതി. കുഞ്ഞിനായി ഉണ്ടാക്കി വെച്ചിരുന്ന കുറുക്കൊരു ബൗളിലേക്കായി എടുത്ത് ദക്ഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതെ, നിനക്ക് എന്നാ ജോയിൻ ചെയ്യേണ്ടത്? ഒരാഴ്ചക്കുള്ളിൽ. അങ്ങനെയാണെങ്കിലേ നീ ജോലിക്ക് പോയി തുടങ്ങിയ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കൂട്ടോ. എന്തിന്? അതെന്താ, എനിക്കെൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ലേ? അല്ല, നമ്മൾ പോയി ഒരു ദിവസം നിന്ന് വീട്ടിൽ തിരിച്ചു പോരുന്നു, അത്ര മതി. ആഹാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എല്ലാ പ്രാവശ്യം ഇങ്ങനെയല്ലേ? ഈ പ്രാവശ്യം എന്തായാലും ഞാൻ കുറച്ച് ദിവസം പോയി നിൽക്കും. അങ്ങനെയാണെങ്കിലേ നീ തനിയെ പോയി നിൽക്കേണ്ടി വരും. കുഞ്ഞനെ വിടില്ല. കുഞ്ഞനെ കുറുക്ക് കൊടുത്തുകൊണ്ട് ദക്ഷ പറഞ്ഞതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞാൻ പോവുകയാണെങ്കിലേ കുഞ്ഞൻ എൻ്റെ കൂടെ ഉണ്ടാകും. ദക്ഷിനെ ഒന്ന് പുജിച്ച് വീണ്ടും ചപ്പാത്തി പരത്തി. ആ സമയം കൊണ്ട് ദക്ഷ കുറുക്ക് ഒരുവിധം കുഞ്ഞിന് കൊടുത്തു തീർത്തിരുന്നു. പെട്ടെന്നാണ് പുറത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അതിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അച്ഛനും അമ്മയും വന്നു. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ദക്ഷ കുഞ്ഞനുമായിട്ട് അങ്ങോട്ടും നടന്നതും സ്റ്റൗ ഓഫ് ചെയ്ത് കൈ കഴുകി അവിടെ പിന്നാലെയായി സീറ്റോട്ടിലേക്ക് നടന്നു. ചെമ്മേ, ആദ്യം അകത്തേക്ക് കയറി വന്ന അമ്മയെ കണ്ടതും കുഞ്ഞൻ ദക്ഷന്റെ കയ്യിൽ നിന്നിറങ്ങി അച്ചമ്മയെന്ന് വിളിച്ച് അമ്മയുടെ നേരെ തെന്നിയും തെറിച്ചും ഓടിപ്പോയിരുന്നു. അച്ചമ്മയുടെ മുത്തേ! പെട്ടെന്ന് തങ്ങളെ കണ്ടതും അമ്മ ഞെട്ടിയെങ്കിലും ഉടനെ തന്നെ കുഞ്ഞിനെ ഭാര്യയെടുത്ത് കുഞ്ഞിന്റെ മുഖത്തെല്ലാം ചുംബിച്ചതും അമ്മയെ കണ്ട സന്തോഷത്തിൽ തിരിച്ച് കുഞ്ഞിനും ഉമ്മകൾ കൊടുക്കുന്നു. അപ്പോഴാണ് കാറ് പാർക്ക് ചെയ്ത് ആരോടോ ഫോൺ വിളിച്ച് അച്ഛൻ അങ്ങോട്ട് വന്നത്. പെട്ടെന്ന് തങ്ങളെ കണ്ടപ്പോൾ അച്ഛനും അതിശയിച്ചു പോയിരുന്നു. അച്ഛൻ്റെ കുഞ്ഞാ! അച്ഛനെ കണ്ടതും കുഞ്ഞൻ അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിലേക്ക് പോയിരുന്നു. ഇരുവരും തങ്ങളെ കണ്ടില്ല എന്നൊരു സംശയം ഉള്ളിൽ തോന്നി. രണ്ടുപേരും കുഞ്ഞനെ കൊഞ്ചിക്കുകയും ഉമ്മകൾ കൊണ്ട് മൂടുന്നതും തിരക്കിലാണ്. നിങ്ങൾ എപ്പോഴാ മക്കളെ എത്തിയത്? ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ആണോ? നിങ്ങളെന്താ പറയാതെ വന്നത്? അതുകൊണ്ടല്ലേ വരുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ കഴിയാതെ പോയത്? അത് എൻ്റെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ മോനെ അമ്മക്കും അച്ഛനും സർപ്രൈസ് തരാമെന്ന് കരുതി. പക്ഷെ 8 നിലയിൽ പൊട്ടി വന്ന ചിരി അടക്കി അമ്മയോടും അച്ഛനോടുമായി പറഞ്ഞോളൂ. താൻ പറഞ്ഞത് കേട്ട് തന്നെ നോക്കി ദക്ഷ കണ്ടുട്ടി പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് നോക്കാനേ പോയില്ല. കുഞ്ഞന് അച്ഛനും അമ്മയും വന്നതിൽ പിന്നെ അവരുടെ കൂടെയാണ്. കുറച്ചു നേരം അവിടെയൊക്കെ ഒപ്പം ഇരുന്നു. പിന്നെ കിച്ചണിൽ പോയി പകുതിക്ക് വെച്ച പണികൾ തുടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ തങ്ങൾ വന്നതറിഞ്ഞ് അജുവേട്ടനും അവിടെ ഹാജർ വെച്ചിരുന്നു. അജുവേട്ടനെ കൂടി കണ്ടപ്പോൾ കുഞ്ഞൻ പിന്നെ നിലത്തല്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അതിനിടയിൽ ദക്ഷ പോയി ജോയിൻ ചെയ്തിരുന്നു. അതിനിടയിൽ തൻ്റെ വീട്ടിൽ പോയി നിന്നു. ഒരാഴ്ച നിൽക്കാന്ന് പറഞ്ഞ് കെട്ടിപ്പൊറുക്കി പോയെങ്കിലും രാത്രി കുഞ്ഞൻ ദക്ഷനെ കാണാതെ കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങിയതും
ആ പാതിരാത്രി തന്നെ ദക്ഷിണെ വിളിച്ചു വരുത്തി പിറ്റേന്ന് ഉച്ചയ്ക്ക് തിരിച്ചെല്ലാം വാരി കെട്ടി പൊറുക്കി ഇങ്ങോട്ട് തന്നെ പോകും. അജിവേടിൻ്റെ ഇപ്പം അമ്മൂനോടുള്ള സമീപനത്തിൽ മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പം ഏതു നേരവും രണ്ടും ഫോൺ വിളിയാണ്. ദിവസങ്ങൾ വീണ്ടും കൊടിഞ്ഞുപോയി. കുഞ്ഞനിപ്പോൾ 3 വയസ്സായി. ആളിപ്പോൾ അത്യാവശ്യം നന്നായി സംസാരിക്കും. ആളുടെ കയ്യിലിപ്പോൾ കുറുമ്പും കുരുത്തക്കേടും വികൃതിത്തരവും മാത്രമേ ഉള്ളൂ. ഒപ്പം എല്ലാത്തിനും കൂട്ടായി പൂപ്പിയും. പൂപ്പി ഇപ്പോൾ വലിയൊരു ഡോഗായിട്ടുണ്ട്. കുഞ്ഞിനെ തമാശക്ക് പോലും പൂപ്പിയുടെ മുന്നിലിട്ട് വഴക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞിന് ദേഷ്യം വന്നാൽ ദക്ഷിണേക്കാൾ കഷ്ടമാണ് കാര്യം. ഒഴിവ് ദിവസങ്ങളിൽ ഓരോ ഇടത്തേക്ക് യാത്ര പോകും. അതൊക്കെ ആൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ദക്ഷിണുള്ള ചായ കപ്പിലേക്ക് പകരും. ഒപ്പം കുഞ്ഞിനുള്ള പാൽ ഇളം ചൂടോടെ വേറൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് 2 കൈയിലെടുത്ത് മുകളിലേക്ക് നടന്നു. റൂമിൽ ദക്ഷിണും കുഞ്ഞിനില്ലായിരുന്നു. ബാൽക്കണിയിൽ നിന്നും ശബ്ദം കേട്ടതും അങ്ങോട്ടും നടന്നതും കണ്ടു നിലത്ത് കിടന്ന് പുഷപ്പ് എടുക്കുന്നവർ. ദക്ഷി ചെയ്യുന്നത് കണ്ട് തന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ പുഷപ്പ് എടുക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ചിരി വന്നു. ഒരു കുഞ്ഞു ട്രൗസറാണ് വേഷം. മുടിയെല്ലാം ഉച്ചിയിൽ പൊക്കി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. മതിയട കുഞ്ഞാ, അമ്മയുടെ കുഞ്ഞ് വലുതായിട്ടൊക്കെ എടുത്താൽ മതി. കയ്യിലുള്ള ഗ്ലാസ് കുഞ്ഞു ടേബിളിലേക്ക് വെച്ച് കുഞ്ഞിനെയും വാരിയെടുത്ത് അവിടെ നിന്ന് കൗശിലേക്ക് ഇരുന്നു. ആ അമ്മ കഴിഞ്ഞോ ഇൻ്റെ മറ്റില്? കുഞ്ഞൻ കൈ മടക്കി കുഞ്ഞിക്കൈ കാണിച്ച് തന്നുകൊണ്ട് പറഞ്ഞതും ആ ഉണ്ടക്കവളിൽ ചുംബിച്ചു. അപ്പോഴേക്കും ചായ ഗ്ലാസുമായി ദക്ഷി തൻ്റെ അടുത്തേക്കായി വന്നിരുന്നു. ആഹാ, കുറേ മസിലുണ്ടല്ലോ. ഈ പാല് കുടിച്ചാലേ ഇതിലേറെ കുറേ മസിലുണ്ടാക്കാൻ പോട്ടെ. പാൽ ഗ്ലാസ് എടുത്ത് കുഞ്ഞൻ്റെ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ഞോ അമ്മേ, ആദ്യട കുറുമ്പ. അതേന്ന രീതിയിൽ തലയാട്ടി മടിച്ചു പിടിച്ചിരിക്കുന്ന കുഞ്ഞൻ്റെ ചുണ്ടിൽ ഒന്നുകൂടി ഗ്ലാസ് മുട്ടിച്ചു കൊടുത്തതും ഒന്നും അടിച്ചിട്ടാണെങ്കിലും ആളെന്ന് മുഴുവൻ വലിച്ചു കുടിച്ചിരുന്നു. ഗുഡ് ബോയ്. പാല് കുടിച്ചു കഴിഞ്ഞ കുഞ്ഞൻ്റെ ചുണ്ടുകൾക്ക് മേലെയുള്ള പാല് കൊണ്ടുണ്ടായ മീശ തുടച്ചു കൊടുത്ത് ഉണ്ടക്കവളിൽ ചുംബിച്ചു. താൻ കുഞ്ഞിനെ കവളിൽ ചുംബിക്കുന്നത് കണ്ട് ദക്ഷി മുരനക്കിയതും എന്താ രീതിയിൽ അവനെ നോക്കി. അതെ, ഞാനുണ്ട് ഇവിടെ. ഇടയ്ക്ക് നമ്മളെയൊക്കെ പരിഗണിക്കാട്ടോ. വീർത്ത കവളോടെ ദക്ഷി പറഞ്ഞു. ആയിക്കോട്ടെ സർ. ദക്ഷിന്റെ വീർത്ത മുഖം കണ്ട് കുഞ്ഞൊരു ചിരിയോട് ആ കവളിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും താൻ ചുംബിക്കുന്നത് കണ്ട് കുഞ്ഞനും ദക്ഷിന്റെ കവളിൽ ആളുടെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് മുദ്രം ചാർത്തിയിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് ദക്ഷി ഫ്രഷാക്കാൻ പോയതും കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോയിരുന്നു. ഇരുവരും ഫ്രഷായി ഇറങ്ങുമ്പോഴേക്കും 2 പേർക്കുള്ള ഡ്രസ്സ് ബെഡിൽ വെച്ചു. ദക്ഷിന്റെ യൂണിഫോം വേഗം അയൺ ചെയ്ത് വെച്ച് വേഗം പോയി ഡ്രസ്സ് മാറ്റി വന്നു. അപ്പോഴേക്കും ദക്ഷി ഫ്രഷായി കുഞ്ഞിനെയും ഫ്രഷാക്കി ഇറക്കിയിരുന്നു. കുഞ്ഞൻ്റെ തലയും ദേഹവും നന്നായി തുടച്ചു. എടുത്തു വെച്ച് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് മുഖത്തിൽ പൗഡർ ഇട്ട് കൊടുത്ത് ആരുടെയും കണ്ണ് തട്ടാതിരിക്കാനായി ഇരുപുരുക്കങ്ങൾക്കും ഇടയിൽ കൺവശി കൊണ്ട് ഒരു പൊട്ട് തൊട്ട് കൊടുത്തു. ആളുടെ കഴുത്തറ്റമുള്ള മുടി നന്നായി ഉണക്കി ചീകി ഉച്ചിയിൽ കെട്ടി വെച്ച് കൊടുത്ത് കുഞ്ഞിനെയും എടുത്ത് താഴെ വിട്ടുന്നതാണ്.